ഓം ശാന്തി. 16/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്തെല്ലാം കർമ്മം ചെയ്യുന്നുവോ അതിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നു. നിഷ്കാമ സേവനം കേവലം ഒരു ബാബ തന്നെയാണ് ചെയ്യുന്നത്. ചോദ്യം: ഈ ക്ലാസ് വളരെ വണ്ടർഫുൾ ആണ്. എങ്ങനെ? ഇവിടെ മുഖ്യമായും ഏതൊരു പ്രയത്നം ചെയ്യേണ്ടതുണ്ട്? ഉത്തരം: ചെറിയ കുട്ടികളും വൃദ്ധരും ഇരിക്കുന്ന ഒരേ ഒരു ക്ലാസ് ആണ് ഇത്. ഈ ക്ലാസ് വണ്ടർഫുൾ ആണ്. ഇതിൽ അഹല്യമാരും കുബ്ജകളും സന്യാസിമാരും വന്ന് ഒരു ദിവസം ഇവിടെ ഇരിക്കും. ഇവിടെ മുഖ്യമായത് ഓർമ്മയുടെ പ്രയത്നമാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നേച്ചർ ക്യൂർ ഉണ്ടാകുന്നത്. എന്നാൽ ഓർമ്മയ്ക്ക് വേണ്ടിയും ജ്ഞാനം ആവശ്യമാണ്. ഗീതം: രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആത്മീയ പിതാവ് കുട്ടികൾക്ക് ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു തന്നു. അതിശയം ഇതാണ്, ഗീത അഥവാ ശാസ്ത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നവർ ഇതിൻ്റെ അർത്ഥം അറിയുന്നില്ല. ഓരോ കാര്യത്തിൻ്റെയും അനർത്ഥം തന്നെയാണ് കണ്ടെത്തുന്നത്. ആത്മീയ അച്ഛൻ ജ്ഞാനത്തിൻ്റെ സാഗരവും പതീത പാവനനുമാണ്. ആ ഒന്ന് ഇരുന്ന് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നു. രാജയോഗവും ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇപ്പോൾ വീണ്ടും രാജാക്കന്മാരുടെയും രാജാവായിക്കൊണ്ടിരിക്കുന്നു. സ്കൂളിൽ ആരും തന്നെ നമ്മൾ വീണ്ടും ബാരിസ്റ്റർ ആവുകയാണ് എന്ന് പറയുകയില്ല. വീണ്ടും എന്ന വാക്ക് ആർക്കും തന്നെ പറയുവാൻ തോന്നില്ല. നിങ്ങൾ പറയുന്നു, നമ്മൾ 5000 വർഷം മുമ്പെന്ന പോലെ വീണ്ടും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പഠിക്കുന്നു. ഈ വിനാശവും തീർച്ചയായും വീണ്ടും ഉണ്ടാകണം. എത്ര വലിയ വലിയ ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ പവർഫുൾ ആയത് ഉണ്ടാക്കുന്നു. അങ്ങനെ തന്നെ വയ്ക്കുന്നതിന് വേണ്ടി അല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഈ വിനാശവും ശുഭകാര്യത്തിനു വേണ്ടിയാണല്ലോ. കുട്ടികളായ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഇത് മംഗളകാരി യുദ്ധമാണ്. ബാബ വരുന്നത് തന്നെ മംഗളത്തിനു വേണ്ടിയാണ്. ബാബ വന്ന് ബ്രഹ്മാവിലൂടെ സ്ഥാപനയും ശങ്കറിലൂടെ വിനാശത്തിൻ്റെ കർത്തവ്യം ചെയ്യുന്നു എന്ന് പറയുന്നുമുണ്ട്. ഈ ബോംബുകളും മറ്റും ഉള്ളത് തന്നെ വിനാശത്തിന് വേണ്ടിയാണ്. ഇതിനേക്കാൾ അധികമായി ഒരു വസ്തുവുമില്ല. അതോടൊപ്പം നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകുന്നു. അതിനെ ഈശ്വരീയ കലാമിറ്റീസ് എന്ന് പറയുകയില്ല. ഈ പ്രകൃതിയാ ഉള്ള ആപത്തുകൾ ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും പുതിയ കാര്യമൊന്നുമല്ല. എത്ര വലിയ വലിയ ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പട്ടണങ്ങളെ ഇല്ലാതാക്കും എന്ന് പറയുന്നു. ഇപ്പോൾ ജപ്പാനിലെ യുദ്ധത്തിൽ ഇട്ട ബോംബുകൾ വളരെ ചെറുതായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വലിയ വലിയ ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. എപ്പോഴാണോ കൂടുതൽ കുഴപ്പങ്ങളിലാകുന്നത്, സഹിക്കാൻ കഴിയാതെ വരുന്നത്, പിന്നെ ബോംബുകൾ ഉപയോഗിക്കാൻ ആരംഭിക്കുന്നു. എത്ര നഷ്ടമുണ്ടാകും. അവരും ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. 100 കോടിയോളം രൂപ ചിലവഴിക്കുന്നു. ഇത് ഉണ്ടാക്കുന്നവർക്ക് ശമ്പളവും വളരെയധികമുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടതാണ്. പഴയ ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾ പുതിയ ലോകത്തിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിവേകവും പറയുന്നു, പഴയ ലോകം തീർച്ചയായും സമാപ്തമാകണം. കലിയുഗത്തിൽ എന്താണ്, സത്യയുഗത്തിൽ എന്തായിരിക്കും എന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്.
നിങ്ങൾ ഇപ്പോൾ സംഗമത്തിൽ നിൽക്കുന്നു. സത്യയുഗത്തിൽ ഇത്രയും മനുഷ്യർ ഉണ്ടാകില്ല എന്ന് അറിയുന്നുമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുടെയും വിനാശവും ഉണ്ടാകും. ഈ പ്രകൃതിയാ ഉള്ള ആപത്തുകൾ കഴിഞ്ഞ കൽപ്പത്തിലും ഉണ്ടായിരുന്നു. പഴയ ലോകം സമാപ്തമാവുക തന്നെ വേണം. ഇങ്ങനെയുള്ള കലാമിറ്റീസ് വളരെയധികം സംഭവിച്ചു വരുന്നുണ്ട്. പക്ഷേ അത് ഉണ്ടാകുന്നത് ചെറിയൊരു അനുപാതത്തിലാണ്. ഇപ്പോഴാണെങ്കിൽ ഈ പഴയ ലോകം മുഴുവൻ ഇല്ലാതാകേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകേണ്ടതാണ്. ആത്മീയ കുട്ടികളായ നമ്മളെ പരംപിത പരമാത്മാവാകുന്ന ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈ വിനാശവും നിങ്ങൾക്ക് വേണ്ടി നടക്കുകയാണ്. രുദ്രജ്ഞാന യജ്ഞത്തിലൂടെ വിനാശജ്വാല പ്രജ്വലിതമായി എന്നും മഹിമയുണ്ട്. പല കാര്യങ്ങളും ഗീതയിലുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ നല്ലതാണ്. പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. അവർ ശാന്തി യാചിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നു, വേഗം വിനാശമുണ്ടാകട്ടെ, നമ്മൾ പോയി സുഖം അനുഭവിക്കുന്നവരാകട്ടെ. ബാബ പറയുന്നു, സുഖം ഉള്ളവരാകുന്നത് സതോപ്രധാനം ആകുമ്പോഴാണ്. ബാബ അനേകം പ്രകാരത്തിലുള്ള പോയിന്റ്സ് നൽകുന്നു. പിന്നെ ചിലരുടെ ബുദ്ധിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്നു, ചിലരുടെ ബുദ്ധിയിൽ കുറവാണ്. വൃദ്ധരായവർ മനസ്സിലാക്കുന്നു, ശിവബാബയെ ഓർമ്മിക്കണം, ഇത്രമാത്രം. അവർക്ക് വേണ്ടി മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിലും സമ്പത്ത് നേടുന്നുണ്ട്. കൂടെ ഇരിക്കുന്നു. എക്സിബിഷനിൽ എല്ലാവരും വരും. അജാമലിനെ പോലെ പാപാത്മാക്കൾ, ഗണികന്മാർ തുടങ്ങി സർവരുടെയും ഉദ്ധാരണം ഉണ്ടാകണം. തോട്ടിപ്പണി ചെയ്യുന്നവരും നല്ല വസ്ത്രം അണിഞ്ഞു വരുന്നു. ഗാന്ധിജി തൊട്ടുകൂടാത്തവരെയും മുക്തമാക്കി. ഒരുമിച്ച് കഴിക്കുന്നുമുണ്ട്. ബാബയാണെങ്കിൽ വിലക്കുന്നില്ല. ഇവരുടെയും ഉദ്ധാരണം ചെയ്യുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുന്നു. ജോലിയുമായി ഒരു കണക്ഷനുമില്ല. ഇതിൽ മുഴുവൻ ആധാരവും ബാബയുമായി ബുദ്ധിയോഗം ചേർക്കുന്നതിലാണ്. ബാബയെ ഓർമ്മിക്കണം. ആത്മാവ് പറയുന്നു, ഞാൻ തൊട്ടുകൂടാത്തവനാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ സദോ പ്രധാന ദേവീ ദേവതമാരായിരുന്നു. പിന്നെ പുനർജന്മം എടുത്തെടുത്ത് അന്തിമത്തിൽ വന്ന് പതീതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആത്മാവായ എനിക്ക് പാവനമാകണം. നിങ്ങൾക്കറിയാം, സിന്ധിൽ ഒരു കാട്ടുജാതി വരുമായിരുന്നു. ധ്യാനത്തിൽ പോകുമായിരുന്നു. ഓടി വന്ന് കണ്ടുമുട്ടുമായിരുന്നു. ഇവരിലും ആത്മാവുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിച്ചു തരുമായിരുന്നു. ആത്മാവിന് തൻ്റെ പിതാവിൽ നിന്നും സമ്പത്ത് നേടാനുള്ള അവകാശമുണ്ട്. അവരുടെ വീട്ടുകാരോട് ഇവരെ ജ്ഞാനമെടുക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മുടെ വംശാവലിയിൽ കോലാഹലങ്ങൾ ഉണ്ടാകും എന്ന്. ഭയം കാരണം അവരെ കൊണ്ടുപോയി. നിങ്ങളുടെ അടുക്കൽ വരുന്നു. നിങ്ങൾക്ക് ആരെയും വിലക്കുവാൻ സാധിക്കില്ല. പാടപ്പെട്ടിട്ടുണ്ട്. അബലകളുടെയും ഗണികമാരുടെയും കാട്ടുജാതിക്കാരുടെയും സന്യാസിമാരുടെയും മറ്റുമെല്ലാം ഉദ്ധാരണം ചെയ്യുന്നു. സന്യാസിമാർ മുതൽ കാട്ടുജാതിക്കാർ വരെ. കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ യജ്ഞത്തിൻ്റെ സർവീസ് ചെയ്യുന്നു. അപ്പോൾ ഈ സർവീസിലൂടെ വളരെയധികം പ്രാപ്തി ഉണ്ടാകുന്നു. വളരെ പേരുടെ മംഗളമുണ്ടാകുന്നു. ദിനം പ്രതിദിനം എക്സിബിഷൻ സർവീസിൻ്റെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകും. ബാബ ബാഡ്ജസും ഉണ്ടാക്കിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ പോയാലും ഇതുപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഇത് ബാബ, ഇത് ദാദ, ഇത് ബാബയുടെ സമ്പത്ത്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ഗീതയിലുമുണ്ട്, എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന്. കേവലം അതിൽ
എൻ്റെ പേര് മാറ്റി കുട്ടിയുടെ പേര് നൽകിയിരിക്കുന്നു. ഭാരതവാസികൾക്കും അറിയില്ല രാധയും കൃഷ്ണനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന്. അവരുടെ വിവാഹത്തിൻ്റെയും മറ്റും ഹിസ്റ്ററി ഒന്നും തന്നെ പറയുന്നില്ല. രണ്ടുപേരും പ്രത്യേകം പ്രത്യേകം രാജധാനിയിലേതാണ്. ഈ കാര്യങ്ങൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അഥവാ ഇത് മനസ്സിലാക്കുകയും ശിവഭഗവാനുവാച എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അവരെ ഓടിക്കും. നിങ്ങൾ ഇത് എവിടെ നിന്നാണ് പഠിച്ചത്, ആരാണ് നിങ്ങളുടെ ഗുരു എന്ന് ചോദിക്കും. BK ആണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും തർക്കിക്കും. ഈ ഗുരുക്കന്മാരുടെ രാജധാനി തന്നെ സമാപ്തമാകും. ഇങ്ങനെയുള്ള ധാരാളം പേർ വരുന്നുണ്ട്, എഴുതിയും തരും, പിന്നെ അപ്രത്യക്ഷമാകുന്നു. ബാബ കുട്ടികൾക്ക് യാതൊരു പ്രയാസവും നൽകുന്നില്ല. വളരെ സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. ആർക്കെങ്കിലും കുട്ടിയില്ല എങ്കിൽ ഭഗവാനോട് കുട്ടിയെ തരൂ എന്ന് പറയുന്നു. പിന്നെ ലഭിക്കുമ്പോൾ അതിനെ വലിയ നല്ല രീതിയിൽ പാലിക്കുന്നു, പഠിപ്പിക്കുന്നു. വലുതാകുമ്പോൾ പറയും ഇനി തൻ്റെ തൊഴിൽ ചെയ്യൂ എന്ന്. ബാബ കുട്ടികളെ പാലിച്ച് അവരെ യോഗ്യരാക്കുന്നു. അപ്പോൾ കുട്ടികളുടെ സെർവൻ്റ് ആയല്ലോ. ഈ ബാബയാണെങ്കിൽ കുട്ടികളുടെ സേവനം ചെയ്ത് കൂടെ കൊണ്ടുപോകുന്നു. ആ ലൗകിക പിതാവാണെങ്കിൽ മനസ്സിലാക്കും, കുട്ടി വലുതായെങ്കിൽ, തൻ്റെ തൊഴിലിൽ മുഴുകിയെങ്കിൽ പിന്നെ ഞാൻ വൃദ്ധനാകുമ്പോൾ എൻ്റെ സേവനം ചെയ്യും എന്ന്. ഈ ബാബ സേവനം യാചിക്കുന്നില്ല. ഈ ഒന്ന് നിഷ്കാമമാണ്. ലൗകിക അച്ഛൻ മനസ്സിലാക്കുന്നു, ജീവിച്ചിരിക്കുന്നത് വരെയും കുട്ടികളുടെ കടമയാണ് നമ്മെ സംരക്ഷിക്കുക എന്നത്. ഈ കാമന വയ്ക്കുന്നു. ഈ ബാബയാണെങ്കിൽ പറയുന്നു, ഞാൻ നിഷ്കാമ സേവ ചെയ്യുന്നു, ഞാൻ രാജ്യം ഭരിക്കുന്നില്ല, ഞാൻ എത്ര നിഷ്കാമമാണ്. മറ്റുള്ളവർ എന്തു ചെയ്താലും അതിനുള്ള ഫലം അവർക്ക് തീർച്ചയായും ലഭിക്കുന്നു. ഇതാണെങ്കിൽ സർവരുടെയും പിതാവാണ്. കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ രാജപദം നൽകുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എത്ര ഉയർന്ന പദവിയാണ് പ്രാപ്തമാക്കുന്നത്. ഞാനാണെങ്കിൽ കേവലം ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയാണ്, നിങ്ങളും ആണ്. എന്നാൽ നിങ്ങൾ രാജപദം നേടുന്നു, പാഴാക്കുകയും ചെയ്യുന്നു. ഞാൻ രാജപദം നേടുന്നില്ല, പാഴാക്കുന്നതുമില്ല. എനിക്ക് ഡ്രാമയിൽ ഈ പാർട്ടാണ്. കുട്ടികളായ നിങ്ങൾ സുഖത്തിൻ്റെ സമ്പത്ത് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാക്കി എല്ലാവരും കേവലം ശാന്തി യാചിക്കുന്നു. ആ ഗുരുക്കന്മാർ പറയുന്നു, സുഖം കാക്ക കാഷ്ടത്തിന് സമാനമാണ്. അതിനാൽ അവർ ശാന്തി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ നോളജ് എടുക്കുവാൻ സാധിക്കില്ല. അവർക്ക് സുഖത്തിൻ്റെ അറിവ് തന്നെയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശാന്തിയുടെയും സുഖത്തിൻ്റെയും സമ്പത്ത് നൽകുന്നവൻ ഞാൻ ഒരാൾ മാത്രമാണ്. സത്യയുഗത്തിലും ത്രേതായിലും ഗുരു ഉണ്ടായിരിക്കുന്നില്ല. അവിടെ രാവണൻ തന്നെയില്ല. അത് ഈശ്വരീയ രാജ്യമാണ്. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ മറ്റാരുടെയും ബുദ്ധിയിൽ ഇരിക്കുകയില്ല. അപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ ധാരണ ചെയ്ത് തൻ്റെ ഉയർന്ന പദവി നേടണം. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. പുതിയ ലോകത്തിൻ്റെ രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ് എന്നത് അറിയുന്നുണ്ട്. നിങ്ങൾ സംഗമയുഗത്തിൽ തന്നെയാണ്. ബാക്കി എല്ലാവരും കലിയുഗത്തിലാണ്. അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷവർഷങ്ങൾ എന്ന് പറയുന്നു. ഘോരമായ അന്ധകാരത്തിലാണല്ലോ. കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. വിജയം പാണ്ഡവരുടേതാണ് പാടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ബ്രാഹ്മണരാണ്. യജ്ഞം ബ്രാഹ്മണർ തന്നെയാണ് രചിക്കുന്നത്. ഇതാണെങ്കിൽ ഏറ്റവും വലിയ പരിധിയില്ലാത്ത വലിയ ഈശ്വരീയ രുദ്രയജ്ഞമാണ്.
ആ പരിധിയുള്ള യജ്ഞം അനേകം പ്രകാരത്തിലുണ്ട്. ഈ രുദ്രയജ്ഞം ഒരേ ഒരു തവണയാണ് ഉണ്ടാകുന്നത്. സത്യയുഗത്തിലും ത്രേതായിലും പിന്നെ ഒരു യജ്ഞവും ഉണ്ടാകുന്നില്ല. കാരണം അവിടെ ഏതെങ്കിലും ആപത്തിൻ്റെയോ മറ്റോ കാര്യമില്ല. അവയെല്ലാം പരിധിയുള്ള യജ്ഞമാണ്. ഇതാണ് പരിധിയില്ലാത്തത്. ഇത് പരിധിയില്ലാത്ത ബാബയിലൂടെ രചിക്കപ്പെട്ട യജ്ഞമാണ്. അതിൽ പരിധിയില്ലാത്ത ആഹുതി ഉണ്ടാകണം. പിന്നെ പകുതി കൽപ്പത്തേക്ക് ഒരു യജ്ഞവും ഉണ്ടായിരിക്കുകയില്ല. അവിടെ രാവണ രാജ്യമേ ഇല്ല. രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ പിന്നെ ഇതെല്ലാം ആരംഭിക്കുന്നു. പരിധിയില്ലാത്ത യജ്ഞം ഒരേ ഒരു തവണയാണ് ഉണ്ടാകുന്നത്. ഇതിൽ മുഴുവൻ പഴയ സൃഷ്ടിയും സ്വാഹയാകുന്നു. ഇതാണ് പരിധിയില്ലാത്ത രുദ്രജ്ഞാനയജ്ഞം. ഇതിൽ മുഖ്യമായത് ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും കാര്യമാണ്. യോഗം എന്നാൽ ഓർമ്മ. ഓർമ്മ എന്ന വാക്ക് വളരെ മധുരമാണ്. യോഗം എന്ന വാക്ക് കോമൺ ആയിപ്പോയി. യോഗം എന്നതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. യോഗം എന്നാൽ ബാബയെ ഓർമ്മിക്കുക. ബാബ അങ്ങ് നമുക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. ആത്മാവ് സംസാരിക്കുന്നു. ബാബ അങ്ങ് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ അങ്ങയെ മറന്നുപോയിരുന്നു. അങ്ങ് നമുക്ക് ചക്രവർത്തി പദം നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും വന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. താങ്കളുടെ ശ്രീമത്തനുസരിച്ച് നമ്മൾ തീർച്ചയായും നടക്കും. ഇങ്ങനെയെല്ലാം ഉള്ളിൽ സ്വയം തന്നോട് സംസാരിക്കണം. ബാബ അങ്ങാണെങ്കിൽ നമുക്ക് വളരെ നല്ല വഴി പറഞ്ഞു തരുന്നു. നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ മറന്നു പോകുന്നു. ഇപ്പോൾ ബാബ പിന്നെ മറവിയില്ലാത്തവരാക്കുന്നു. അതിനാൽ ഇപ്പോൾ ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഞാൻ എപ്പോഴാണോ നേരിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നീ ദുഃഖം ഹരിച്ച് സുഖം ഉണ്ടാക്കുന്നവനാണ് എന്ന് അതുവരെയും പാടിക്കൊണ്ടിരിക്കുന്നു. മഹിമ പാടുന്നു. പക്ഷേ ആത്മാവിനെയോ പരമാത്മാവിനെയോ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും ചെറിയ ബിന്ദുവിൽ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ആ ഒന്നിനെ പരംപിത പരമാത്മാ, അതായത് പരമമായ ആത്മാ എന്ന് പറയുന്നു. ബാക്കി വലിയ ആയിരക്കണക്കിന് സൂര്യന്മാരെ പോലെ ഒന്നുമല്ല. ഞാൻ ടീച്ചറിനെ പോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര അനേകം കുട്ടികളുണ്ട്. ഈ ക്ലാസ് നോക്കൂ, എത്ര വണ്ടർഫുൾ ആണ്. ആരെല്ലാമാണ് ഇതിൽ പഠിക്കുന്നത്? അബലകളും കുബ്ജകളും സന്യാസിമാരും ഒരു ദിവസം വന്നിരിക്കും. വൃദ്ധരും ചെറിയ കുട്ടികളും മറ്റുമെല്ലാം ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്കൂൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെയുള്ളത് ഓർമ്മയുടെ പ്രയത്നമാണ്. ഈ ഓർമ്മയ്ക്ക് തന്നെയാണ് ടൈം എടുക്കുന്നത്. ഓർമ്മയുടെ പുരുഷാർത്ഥം ചെയ്യണം എന്നതും ജ്ഞാനമാണല്ലോ. ഓർമ്മയ്ക്ക് വേണ്ടിയും ജ്ഞാനമുണ്ട്. ചക്രം മനസ്സിലാക്കിക്കുന്നതിനും ജ്ഞാനമുണ്ട്. നാച്ചുറലായ സത്യമായ നേച്ചർ ക്യൂർ എന്ന് ഇതിനെ പറയുന്നു. നിങ്ങളുടെ ആത്മാവ് തികച്ചും പ്യുവറാകുന്നു. ആ ഉള്ളത് ശരീരത്തിന്റെ ക്യൂറാണ്. ഇതാണ് ആത്മാവിന്റെ ക്യൂർ. ആത്മാവിൽ തന്നെയാണ് കറ പിടിക്കുന്നത്. സത്യമായ സ്വർണത്തിൻ്റെത് സത്യമായ ആഭരണമായിരിക്കും. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കറിയാം, ശിവ് ബാബ സന്മുഖത്ത് വന്നിരിക്കുന്നു. കുട്ടികൾ ബാബയെ തീർച്ചയായും ഓർമ്മിക്കേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ തിരികെ പോകണം. ഇക്കരെ നിന്നും മറുതീരത്തേക്ക് പോകണം. ബാബയെയും സമ്പത്തിനെയും വീടിനെയും ഓർമ്മിക്കൂ. അതാണ് സ്വീറ്റ് സൈലൻസ് ഹോം.
ദുഃഖമുണ്ടാകുന്നത് അശാന്തിയിൽ നിന്നും സുഖമുണ്ടാകുന്നത് ശാന്തിയിൽ നിന്നുമാണ്. സത്യയുഗത്തിൽ സുഖം, ശാന്തി, സമ്പത്ത് എല്ലാം ഉണ്ട്. അവിടെ അടിയോ വഴക്കോ കൂടുന്നതിൻ്റെ കാര്യമേ ഇല്ല. കുട്ടികൾക്ക് ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം: നമുക്ക് സതോ പ്രധാനവും സത്യമായ സ്വർണവുമാകണം. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഈ ആത്മീയ ആഹാരം ലഭിക്കുന്നു. അതിനെ പിന്നെ അയവിറക്കേണ്ടതാണ്. ഇന്ന് ഏതെല്ലാം മുഖ്യമായ പോയിന്റ്സ് ആണ് കേട്ടത്? യാത്രകൾ രണ്ടുണ്ട് എന്നതും മനസ്സിലാക്കിച്ചു തന്നു: ആത്മീയവും ഭൗതികവും. ഈ ആത്മീയ യാത്ര തന്നെയാണ് ഉപയോഗത്തിൽ വരുന്നത്. ഭഗവാൻ ഉവാച മന്മനാഭവ. ശരി, മധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ വിനാശവും ശുഭകാര്യത്തിനു വേണ്ടിയാണ്. അതിനാൽ ഭയപ്പെടരുത്. മംഗളകാരിയായ ബാബ സദാ മംഗളത്തിൻ്റെ കാര്യമാണ് ചെയ്യിക്കുന്നത്. ഈ സ്മൃതിയിലൂടെ സദാ സന്തോഷത്തിലിരിക്കണം. സദാ ഒരേ ഒരു ചിന്ത വയ്ക്കണം: സദോ പ്രധാനവും സത്യമായ സ്വർണവുമായി ഉയർന്ന പദവി നേടണം. ഏതൊരു ആത്മീയ ഭോജനമാണോ ലഭിക്കുന്നത് അതിനെ അയവിറക്കണം. വരദാനം: സ്വയം ഉത്തരവാദിയായി മനസ്സിലാക്കി ഓരോ കർമ്മവും യഥാർത്ഥ വിധിയിലൂടെ ചെയ്യുന്ന സമ്പൂർണ്ണ സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. ഈ സമയത്ത് സംഗമയുഗിയായ നിങ്ങൾ ശ്രേഷ്ഠ ആത്മാക്കളുടെ ഓരോ ശ്രേഷ്ഠ കർമ്മവും മുഴുവൻ കൽപ്പത്തിലേക്കും നിയമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയം നിയമത്തിൻ്റെ രചയിതാവായി മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യൂ. ഇതിലൂടെ അലക്ഷ്യം സ്വതവേ തന്നെ സമാപ്തമാകും. സംഗമയുഗത്തിൽ നമ്മൾ നിയമത്തിൻ്റെ രചയിതാവാണ്, ഉത്തരവാദിയായ ആത്മാവാണ്. ഈ നിശ്ചയത്തോടെ ഓരോ കർമ്മവും ചെയ്യൂ. അപ്പോൾ യഥാർത്ഥ വിധിയിലൂടെ ചെയ്യപ്പെട്ട കർമ്മത്തിൻ്റെ സമ്പൂർണ്ണ സിദ്ധി തീർച്ചയായും പ്രാപ്തമാകും. സ്ലോഗൻ: സർവശക്തിവാനായ ബാബ കൂടെ ഉണ്ടെങ്കിൽ മായ പേപ്പർ ടൈഗറായി മാറും. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധന മുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. സദാ ജീവൻ മുക്തമായി ഇരിക്കുന്നതിനുള്ള സഹജ ഉപാധിയാണ് ഞാനും എൻ്റെ ബാബയും. കാരണം എൻ്റേത് എന്നതിൻ്റേതാണ് ബന്ധനം. എൻ്റെ ബാബ എന്നാകുമ്പോൾ എല്ലാ എൻ്റേതും സമാപ്തമാകും. ഒരു എൻ്റേതിൽ എൻ്റേത് എന്ന എല്ലാം സമാപ്തമായെങ്കിൽ ബന്ധനമുക്തം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഓർമ്മ വയ്ക്കണം: നമ്മൾ ബ്രാഹ്മണർ ജീവൻ മുക്ത ആത്മാക്കളാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ
നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാരലോകത്തിൽ ദുഃഖാശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾക്ക് ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്. ദിവ്യവും അലൗകികവുമായ ഈ ഈശ്വരീയ ഖജനാവുകൾ അവരിലും നിറയുകയാണ്.